ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ് എയ്സ് 5830i അതിൻ്റെ റിംഗർ കണക്ഷനും മൈക്ക് കണക്ഷനും എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെ അത് റിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ റിംഗറിൻ്റെ കണക്ഷൻ ആദ്യം പറയാം. റിംഗറിൻ്റെ കണക്ഷൻ ഉണ്ട്. ഇവിടെ രണ്ട് കറുത്ത സ്പെയർ കാണുന്നുണ്ടോ ഈ ഭാഗത്തായിട്ട്? ആ രണ്ട് സ്പെയറിലേക്കാണ് റിംഗറിൻ്റെ രണ്ട് കണക്ഷൻ വന്ന് കയറുന്നത്. അത് നിങ്ങൾ മുകളിലോ താഴെയോ കൊടുത്താൽ മതി റിംഗറിൻ്റെ കണക്ഷൻ, അത് കുഴപ്പമില്ല. പിന്നെ പറയാനുള്ളത് മൈക്കിൻ്റെ കണക്ഷനാണ്. മൈക്കിൻ്റെ കണക്ഷൻ ഇവിടാണ് മൈക്കിൻ്റെ പോള്, രണ്ട് പോളുകൾ. അത് നിങ്ങൾക്ക് ഇനി മൈക്ക് പോയതാണെന്നൊരു നിങ്ങൾക്കൊരു വയർ ഉള്ള മൈക്ക് ഇട്ടാലും മതിയാവും. അതിൽ രണ്ട് കണക്ഷൻ ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി അഥവാ പ്രിൻ്റ് ഇല്ലെന്നൊരിയിൽ ഇതിൻ്റെ മുകളിൽ 3 സ്പെയർ ഉണ്ടാവും. ഒരെണ്ണം ഇങ്ങനെ നേരെ മുകളിലോട്ട് വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ സ്പെയർ അത് നമുക്ക് വേണ്ടാത്ത സ്പെയറാണ്. പിന്നത്തെ 2 സ്പെയറുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. മുകളിലത്തെ ഒന്നാമത്തെ ലെഗ് കയറുന്നത് ആദ്യത്തെ സ്പെയറിൻ്റെ ആദ്യത്തെ കണക്ഷനിലേക്കും ഈ താഴത്തെ പോള് കയറുന്നത് രണ്ടാമത്തെ സ്പെയറിൻ്റെ ആദ്യത്തെ ലെഗിലേക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഡാമേജ് ആണെന്നൊരു നിങ്ങൾ അങ്ങോട്ട് ഒരു ജമ്പർ അടിച്ചു കൊടുത്താലും മതിയാവും, മൈക്ക് വർക്ക് ചെയ്തോളും. പിന്നെ മൈക്കിന് ലോ സൗണ്ടൊക്കെ വരുന്നത് മൈക്കിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണ്. അതിന് നിങ്ങളൊരു മൈക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകൾ, ഞാൻ ഓരോ കംപ്ലൈൻറ്റ് കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.